വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും നിർത്തി, അതായത് മേ ബി 461 എപ്പിസോഡായിരിക്കും ഉപ്പുമുളകും സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡ്. അതോടുകൂടി തന്നെ ഉപ്പുമുളകും സീസൺ 2 ഒഫീഷ്യലായിട്ട് തിരശ്ശീല വീഴുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. ഓൾ ഉപ്പുമുളകും ഫാൻസും ഇത് കേട്ടിട്ട് അങ്ങനെ ഷോക്കായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിർത്താനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ റിയൽ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ വീഡിയോ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അണിയറ പ്രവർത്തകരിൽ നിന്ന് തന്നെ നമുക്ക് ഒഫീഷ്യൽ ന്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഉപ്പുമുളകും ഇപ്പം നിർത്തുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഉപ്പുമുളകും നിർത്തുന്നത് എന്ന കാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു 3 ആഴ്ചയായിട്ട് വന്ന എപ്പിസോഡുകളിലേക്ക് നമുക്കൊന്ന് പോവാം. 3 ആഴ്ച മുന്നേ എല്ലാവരും ഫുള്ളി അടിപൊളിയായിരുന്ന എപ്പിസോഡുകൾ, എല്ലാവരും സുരേന്ദ്രനും രമയും എല്ലാവരും തിരിച്ചു കൊണ്ടുവന്ന് ഫുൾ ഫാമിലി ആയിട്ടുള്ള എപ്പിസോഡുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് എൻജോയ് ചെയ്ത് കണ്ട പ്രേക്ഷകരെല്ലാവരും എൻജോയ് ചെയ്ത് കണ്ട എപ്പിസോഡുകൾ തന്നെയായിരുന്നു അതെല്ലാം. അതിനുശേഷം സുരേന്ദ്രനും രമയും പോയി, കൂടെ തന്നെ ലച്ചുവും ശിവാനിയും തന്നെ ലീവ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ലച്ചു തൻ്റെ നേറ്റീവ് നാട്ടിലേക്കാണ് പോയത്, രാജസ്ഥാനിലോട്ടാണ് പോയത്. പക്ഷേ ശിവാനി ലീവ് എടുത്ത് പോകാൻ കാരണം എക്സാംസ് ഒക്കെ അടുത്ത് കഴിഞ്ഞു, പബ്ലിക് എക്സാം വരാൻ പോവുകയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ശിവാനി ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആകെ ഉപ്പുമുളകിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബാലുവും നീലുവും കേശുവും പാറുക്കുട്ടിയും പിന്നെ ഹൈമതി റാംകുമാറും തേയും. അപ്പോൾ അത്രയും ഫുള്ളി പാക്ക്ഡായിട്ട് പോയിക്കൊണ്ടിരുന്ന എപ്പിസോഡ് പെട്ടെന്ന് ആളുകൾ കുറയുമ്പോഴുള്ള, അതും മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ ഇല്ലാതാവുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഓഡിയൻസായി നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ആഴ്ചയോളം ആ എപ്പിസോഡുകൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 3 ആഴ്ചത്തെ എപ്പിസോഡ് ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, എപ്പിസോഡുകൾക്കൊന്നും ഒരു പ്രോമോവും തന്നെ ഉണ്ടായിരുന്നില്ല. അത്ര നന്നായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിട്ട് പോലും അതിനൊരു പ്രൊമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ലച്ചു തിരിച്ചു വന്നു. അപ്പോൾ റാംകുമാർ എന്ന കഥാപാത്രവും ഹൈമതിയും ദിയും ഇവർ കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഭവാനിയമ്മയെയും ശങ്കരനെയും തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടും ആ ഒരു ആർട്ടിസ്റ്റ് ഇല്ലായ്മ അത് കുറച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉപ്പുമുളകും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാതെയുള്ള കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണെന്നുള്ളത്. കാരണം അവർക്കൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്, പബ്ലിക് എക്സാംസും കാര്യങ്ങളൊക്കെ. അത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നിട്ട് റിയൽ കാരണം ഇത് തന്നെയാണോ എന്ന രീതിക്ക് നമ്മൾ അണിയറ പ്രവർത്തകരിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകും സീസൺ 2 അവസാനിപ്പിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തത് തന്നെയാണ്. ആകെ ഇപ്പോൾ ഡേറ്റ് ഉള്ളതെന്ന് പറയാൻ ബാലുവിൻ്റെയും നീലുവിൻ്റെയും മാത്രമേ ഡേറ്റ് ഉള്ളൂ. ബാക്കി പിള്ളേരുടെ ആരും ഡേറ്റ് ഇല്ല. കേശുവും എക്സാമിന് പോവുകയാണ്, ശിവാനിയും എക്സാമിന് പോവുകയാണ്, ലച്ചു ഒരു യാത്ര പോവുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. മുടിയൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, മുടിയൻ മാറി നിൽക്കുകയാണ്, വരാൻ ചാൻസസ് തന്നെ ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് വെറും ബാലുവും നീലുവിനെയും മാത്രം കൊണ്ട് എപ്പിസോഡുകൾ മുന്നോട്ട് പോവുക എന്നത് അത് അസാധ്യമാണ്. എപ്പിസോഡുകൾ ബോറടിച്ച് തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലും ഉപ്പുമുളകും ടീമും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഷോ അവസാനിപ്പിക്കുക എന്നത്. ഇതാണ് യഥാർത്ഥ കാരണം ഉപ്പുമുളകും 2 അവസാനിപ്പിക്കുന്നതിൻ്റെ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സീസൺ 1 പോലെ പ്രശ്നമൊക്കെ ആയിട്ടാണ് ഉപ്പുമുളകും ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്, ഇനി ഒരിക്കലും തിരിച്ചുണ്ടാവില്ല എന്ന രീതിക്കൊക്കെ. തിരിച്ചുണ്ടാവുമോ, സീസൺ 3 ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവസാനം പറയാം. പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊന്നുമല്ല ഉപ്പുമുളകും സീസൺ 2 അവസാനിക്കുന്നത്. ഈ ഒരു ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ 7 പേരാണ് പില്ലർ ഓഫ് ദ ഷോ എന്ന് പറയാം. ബാലുവും നീലുവും മുടിയനും ലച്ചുവും കേശുവും ശിവയും പാറക്കുട്ടിയും. അതിൽ മേജറായിട്ട് 3 ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാണ്ട് ഒരു ലോങ് ഡേയ്സ് ഷൂട്ട് ചെയ്ത് എപ്പിസോഡ് റിലീസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഓഡിയൻസ് എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളില്ലാതെ, സ്റ്റോറിയും ഇല്ലാതെ വെറുതെ കഥ കൊണ്ടുപോയിട്ട് ഓഡിയൻസിനെ ബോറടിപ്പിച്ച് ഉപ്പുമുളകും എന്നൊരു നല്ലൊരു ഷോനെ കേടുവരുത്തണ്ട എന്ന് കരുതിയിട്ടാവണം ഫ്ലവേഴ്സ് ചാനലും ഉപ്പുമുളകും ടീമും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഏതായാലും വളരെ ബോൾഡായിട്ടൊരു ഡിസിഷൻ തന്നെയാണത്. കാരണം വെറുതെ കച്ചവടത്തിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടി മാത്രം ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നൊരു പരിപാടിയും TRP കിട്ടുന്ന ഒരു പരിപാടിയും ഉപ്പുമുളകും തന്നെയാണ്. അപ്പോൾ വെറുതെ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രം ഈ ഒരു ഷോനെ ഈ 2 മാസം വെറുതെ കൊണ്ടുപോകാതെ അത് ചെയ്യുന്നത് ശരിയല്ല, അത് ഷോന് നീതി നൽകാത്ത പോലെയാണ് എന്ന് പറഞ്ഞ് തൽക്കാലം അതിനെ അവസാനിപ്പിക്കുന്നത് അത് വളരെ ഒരു നീതിപൂർവമായ ഒരു തീരുമാനം തന്നെയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഉപ്പുമുളകും സീസൺ 2 ഒഫീഷ്യലായിട്ട് അവസാനിപ്പിക്കാനുള്ള കാരണം. ഇനി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സീസൺ 3 ഉണ്ടാവുമോ എന്ന രീതിക്കൊക്കെ.
അതിൻ്റെ അപ്ഡേറ്റും ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഇനി അങ്ങോട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ഫസ്റ്റ് തന്നെ നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. കൂടുതൽ ഇതുപോലത്തെ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.